ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ സത്യങ്ങളെല്ലാം ദേവനാരായണനെ അറിയിച്ചിരിക്കുകയാണ് വരുൺ. എല്ലാ സത്യങ്ങളും പറഞ്ഞ് ആകെ തകർന്നു നിൽക്കുന്ന ദേവനാരായണനാണ് കാണിക്കുന്നത്. അതേസമയം ഇനി തന്റെ തന്ത്രങ്ങളൊന്നും ഫലിക്കില്ലല്ലോ എന്നുള്ള നിരാശയിലാണ് സുകുമാരിയമ്മ. തുടർന്ന് സുകുമാരിയമ്മ വിളിച്ചു പറഞ്ഞത് പ്രകാരം വീട്ടിലേക്ക് ഓടിയെത്തുന്ന പ്രിയങ്കയാണ് കാണിക്കുന്നത്. ഇതിനോടകം തന്നെ വരുൺ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുന്ന പ്രിയങ്ക ആകെ ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. എടാ, സത്യം പറഞ്ഞാൽ നിനക്കെന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയത്താലാണ് പറയാഞ്ഞതെന്ന് സുകുമാരിയമ്മ പറയുമ്പോൾ, ഇതിനേക്കാൾ നല്ലത് അതായിരുന്നില്ലേ എന്നും നിങ്ങൾ ചെയ്ത പാപം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നും ദേവനാരായണൻ അവരോട് ചോദിക്കുന്നു. അപ്പോഴാണ് ദേവനാരായണൻ പുറത്തു നിൽക്കുന്ന പ്രിയങ്കയെ ശ്രദ്ധിക്കുന്നത്. തുടർന്ന് ദേവനാരായണൻ നേരെ പൊട്ടിത്തെറിക്കുന്ന പ്രിയങ്കയാണ് കാണിക്കുന്നത്. കുറെ നേരമായാലും ഞങ്ങളെന്തോ മഹാരഹസ്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ട് ഇനി ദേവനാരായണൻ തിരുമേനിയുടെ മനസ്സിൽ ഒളിപ്പിച്ച രഹസ്യങ്ങൾ എന്തേലും ഉണ്ടോ എന്ന് ദേഷ്യത്തോടെയും പരിഹാസത്തോടെയും ചോദിക്കുകയാണ് പ്രിയങ്ക. അമ്മയെ ചതിച്ച് അച്ഛന് വേറെതെങ്കിലും ബന്ധത്തിൽ ഉണ്ടായ മോളാണോ രാധിക എന്ന് പരിഹാസത്തോടെ പ്രിയങ്ക ചോദിക്കുമ്പോ, പ്രിയങ്കയുടെ ചോദ്യം കേട്ട് സഹിക്കാനാകാതെ നെഞ്ചുവേദനയോടെ തകർന്ന് താഴേക്ക് വീഴുന്ന ദേവനാരായണനെയാണ് കാണിക്കുന്നത്. അതേസമയം ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രിയങ്ക. തന്റെ വാക്കുകൾ ഇത്ര ക്രൂരമായി തന്റെ അച്ഛന്റെ ഹൃദയത്തിലേക്ക് കയറുമെന്നുള്ള വിചാരം പ്രിയങ്കയ്ക്കുണ്ടായിരുന്നില്ല. തുടർന്ന് ദേവനാരായണനെ തട്ടി വിളിക്കുന്ന യശോദയും സുകുമാരി അമ്മയുമാണ് കാണിക്കുന്നത്. അതേസമയം ഇനിയും കുറ്റപ്പെടുത്തലുകളും നാണക്കേടുകളും ഒന്നും താങ്ങാനാകില്ലെന്ന് മനസ്സിലാക്കുന്ന പ്രിയങ്ക കഴുത്തിൽ കുരുക്കിട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.